കിച്ചസ് കിച്ചൻ്റെ എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. ഞങ്ങൾ ഇന്നൊരു യാത്ര പോകുക കേട്ടോ. ഞങ്ങൾ തിരുച്ചെന്തൂർ അമ്പലത്തിൽ പോവുകയാണ്. അപ്പം കോട്ടയം റെയിൽവേ സ്റ്റേഷനിൽ ഞങ്ങൾ ട്രെയിൻ കയറാനായിട്ട് വന്നിരിക്കുകയാണ്. ആദ്യം ഞങ്ങൾ പോകുന്നത് ഞങ്ങളുടെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിലേക്കാണ്, രാജൻ്റെ വീട്ടിൽ. കുളത്തൂരാണ് പുള്ളിയുടെ വീട്. അവിടെ ചെന്ന് ഇന്ന് കിടന്നിട്ട് നാളെ രാവിലെയാണ് അമ്പലത്തിലേക്ക് പോകുന്നത്. ചേട്ടായി ഉണ്ട്, ശ്രുതിമോളുണ്ട്, പിന്നെ ഞങ്ങളുടെ ഫ്രണ്ട് രാജനുണ്ട്, കിച്ചുണ്ട്. ഞങ്ങൾ ചെറിയൊരു കാപ്പി കുടിക്കാൻ പോയിട്ട് വന്നപ്പോഴത്തേക്കും ആദ്യത്തെ ട്രെയിൻ പോയി കേട്ടോ. ആ ട്രെയിനെ വലിയ തിരക്കൊന്നുമില്ലായിരുന്നു. പക്ഷേ ഇനി അടുത്ത ട്രെയിൻ വരാൻ വേണ്ടി ഞങ്ങൾ കാത്തു നിൽക്കുവാണ്. ചേട്ടായും മച്ചാനും കൂടെ അവിടെ സംസാരിച്ചുകൊണ്ട് നിൽക്കുക കേട്ടോ. കുറേ ആളുകളൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്. ഞങ്ങളിവിടെ വീഡിയോ പിടിച്ചുകൊണ്ട് വന്നപ്പോഴത്തേനും നല്ല മഴ വന്നു കേട്ടോ. ഞങ്ങൾ പെട്ടെന്ന് ഷെഡിലേക്ക് ഓടി കയറി. അപ്പോൾ നമുക്ക് കയറാനുള്ള ട്രെയിൻ വന്നു കേട്ടോ. ഞങ്ങൾ ഉടനെ തന്നെ ട്രെയിനിലോട്ട് കയറാൻ പോവാണ്. ട്രെയിനിൽ ഞങ്ങൾ കയറുമ്പോൾ നല്ല തിരക്കായിരുന്നു. പക്ഷേ ഇപ്പോൾ തിരക്കൊക്കെ കുറഞ്ഞ് കരുനാഗപ്പള്ളിയൊക്കെ കഴിഞ്ഞ് കിച്ച് നല്ല ഉറക്കമായി കേട്ടോ. കിച്ച് ചേട്ടയുടെ മടിക്കട നല്ല സുഖമായിട്ട് ഉറങ്ങുന്നുണ്ട്. ഞങ്ങൾ തിരുവനന്തപുരം എത്തിയിട്ടോ. ട്രെയിനിൽ നിന്നിറങ്ങി ഞങ്ങളിനി ബസ് സ്റ്റാൻഡിലോട്ട് പോവുകയാണ്. തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. ചുവർ ചിത്രങ്ങളൊക്കെ വരച്ച് നല്ല ഭംഗിയിൽ വൃത്തിയായിട്ട് സൂക്ഷിക്കുന്നു. ഇങ്ങനെ പറയുന്നത് ഞങ്ങൾ രാവിലെ റെഡിയായി. ഇനി ഞങ്ങൾ അമ്പലത്തിലേക്ക് പോവുകയാണ്. ഇവിടുന്ന് കുറച്ചങ്ങ് എന്നിട്ട് ബസ് കയറി വേണം പോകാൻ. ഇവിടെ റബ്ബർ തോട്ടത്തിലൊക്കെ തേനീച്ച വളർത്തുന്നുണ്ട് കേട്ടോ. ഇവിടെ തേനീച്ചക്കൂടുകളൊക്കെ വെച്ചിട്ടുണ്ട്. ഞങ്ങൾ മാർത്താണ്ഡത്ത് നിന്ന് നാഗർകോവിലെത്തി. നാഗർകോവിലിൽ നിന്ന് വീണ്ടും തിരിച്ചെന്തൂരിലേക്ക് പോയിക്കൊണ്ടിരിക്കുവാണ്. കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് കിച്ച് നിൽക്കുക കേട്ടോ. എൻ്റെ കോലിമുട്ടായിയൊക്കെ തിന്നു. ഞങ്ങൾക്ക് നല്ലതുപോലെ ദാഹിക്കുന്നുണ്ടായിരുന്നു. രാജൻ എല്ലാവർക്കും സർബത്തൊക്കെ വാങ്ങി തന്നു. കിച്ചു അത് വളരെ സന്തോഷത്തോടെ കുടിക്കുക കേട്ടോ. ഞങ്ങൾ അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. അമ്പലത്തിൻ്റെ അകത്തോട്ടുള്ള വഴി കുറേ ദൂരമുണ്ട്. ഇപ്പോൾ രണ്ട് സൈഡിലും കടകളും ഒക്കെ ആയിട്ട് കുറേ ഏരിയ ഉണ്ട് കേട്ടോ. ഇവിടെ ആളുകളൊക്കെ കടൽ തീരത്ത് കുളിച്ചതിന് ശേഷമാണ് അമ്പലത്തിൽ തൊഴാനായിട്ട് കയറുന്നത്. അതുകൊണ്ട് അങ്ങോട്ട് പോകുന്ന ആൾക്കാരുടെ തിരക്കാണ് കേട്ടോ ഇത്. ക്ഷേത്രത്തിലേക്ക് പോകുന്നവരുടെയും തിരിച്ചു വരുന്നവരുടെയും നല്ല തിരക്ക് ഇവിടെയുണ്ട്. അങ്ങനെ ഞങ്ങളും ബീച്ചിലെത്തി. അത്യാവശ്യം നല്ല ചൂടുണ്ട്, എങ്കിലും നല്ല കാറ്റുള്ളതുകൊണ്ട് ചൂട് അറിയുന്നില്ല. അപ്പം ഞാനും കിച്ചും കൂടെ കടലിൽ കുളിക്കാൻ പോകാട്ടോ. അത്യാവശ്യം ഒന്ന് മുങ്ങിയിട്ട് കയറി വരുന്നേ ഉള്ളൂ, അത്രേ ഉള്ളൂ. കിച്ചുവിനെ ഒന്ന് വെള്ളത്തിൽ മുക്കിയിട്ട് വരാൻ ചേട്ടായി പറഞ്ഞു കേട്ടോ. പക്ഷെ ഞാൻ വളരെ പേടിച്ചാണ് കിച്ചുവായിട്ട് കടലിലേക്ക് ഇറങ്ങുന്നത്. കിച്ചുവാണെങ്കിൽ എൻ്റെ കൈ ഒതറിച്ചിട്ട് കടലിലേക്ക് പോകാനുള്ള ആവേശത്തിലാണ്. ഞാൻ അവനെ മുറുക്കെ പിടിച്ചേക്കും കേട്ടോ. ശ്രുതിമോളും ചേട്ടായും കിച്ചും ഒക്കെ മുങ്ങാനായിട്ട് പോകുക കേട്ടോ. ഇതാണ് നമ്മുടെ കടപ്പുറം. ഇതാണ് കടപ്പുറത്ത് നിന്ന് നോക്കുമ്പോൾ ക്ഷേത്രത്തിൻ്റെ മുകൾ ഭാഗം കാണാൻ കേട്ടോ. ക്ഷേത്രത്തോട് ചേർന്നാണ് കടലിൽ. അവർ കുളിക്കാനായിട്ട് ഇറങ്ങി പോയിട്ടുണ്ട്. കിച്ചുവിനെ കയ്യെ പിടിച്ചിട്ടുണ്ട്. കിച്ചുവിനെ കുഞ്ഞി തിര വന്ന് മറച്ചിട്ട് കേട്ടോ. നല്ല കാറ്റുള്ളത് കൊണ്ട് വെയിലിൻ്റെ ചൂടൊന്നും അറിയുന്നില്ല. കിച്ചു ഒന്ന് മുങ്ങിയിട്ട് വന്നിട്ട് വീണ്ടും ഇറങ്ങിപ്പോയതാണ്. അവനെ കുളിച്ചിട്ട് മതിയായില്ല എന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോയതാണ്. ശ്രുതിമോളും ചേട്ടായും കൂടെ അവനെ പിടിച്ചിട്ടുണ്ട്. ഓരോ നേരം വരുമ്പോഴും കിച്ചു ചേട്ടായിനെ ഇറക്കി പിടിക്കുന്നുണ്ട് കേട്ടോ.
കിച്ചു മുങ്ങ, ചേട്ടായി മുങ്ങുന്നില്ലേ? കിച്ചു അമ്മേനെ പിടിച്ചോന്നെ. മണലിനകത്ത് കാല് പൊള്ളുന്നതുകൊണ്ട് ഞാൻ കിച്ചുവിനെ തൂക്കിക്കൊണ്ട് ഒരു തരത്തിൽ നടന്നു. തീർത്ഥക്കുളത്തിൽ കുളിക്കാനായിട്ട് താഴോട്ട് ഇറങ്ങും കേട്ടോ. ഇവിടെ പോകണ അലൗഡല്ല. ഇവിടുത്തെ തീർത്ഥക്കുളത്തിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. ഇവിടെ കുളിച്ചിട്ട് വേണം ഞങ്ങൾക്ക് തൊഴാനായിട്ട് അമ്പലത്തിലോട്ട് കയറി. മൂക്കാരി ചേച്ചി വന്നപ്പോൾ ഞങ്ങൾ മുടി വെക്കാനുള്ള പൂവൊക്കെ വാങ്ങിക്കും കേട്ടോ. എത്ര ചേച്ചി? എന്താ വില? 50 രൂപ. പിന്നീട് വിഘ്നേശ്വരന് തേങ്ങ ഉടയ്ക്കാനുള്ള തേങ്ങ ഞങ്ങൾ വാങ്ങി. അത് ചേട്ടായി ഉടച്ചു കേട്ടോ. ഗണപതി ഭഗവാന് തേങ്ങ ഉടച്ചു. അതിനുശേഷം ഞങ്ങൾ ആൽമരത്തിൻ്റെ ചോട്ടിൽ വന്നപ്പോൾ അവിടെ ഒരുപാട് തൊട്ടിലുകളൊക്കെ കെട്ടിയേക്കുന്നത് കണ്ട് കുട്ടികളുണ്ടാകാതിരിക്കുന്ന ആളുകൾ ഇവിടെ വന്ന് തൊട്ടിൽ കെട്ടിയ കുട്ടികളുണ്ടാകുമെന്നാണ് വിശ്വാസം. അതിന് പ്രകാരം ഒരുപാട് തൊട്ടിലുകളൊക്കെ ഇവിടെ കെട്ടിയിട്ടുണ്ട്. ഞങ്ങൾ അതിൻ്റെ ചുറ്റും പ്രദക്ഷിണം വെച്ച് തൊഴുത് പ്രാർത്ഥിച്ചു. ഞങ്ങൾ അമ്പലത്തിൽ തൊഴുത് ഇറങ്ങി കേട്ടോ. ഇവിടെ പക്ഷിശാസ്ത്രക്കാരൊക്കെ ഇരിപ്പുണ്ട്. അവർ നമ്മളോട് കൈ നോക്കാനൊക്കെ പറയുവാണ്. ഞങ്ങൾ കൈയൊന്നും നോക്കുന്നില്ല. അമ്പലത്തിനുള്ളിലോട്ട് ഫോൺ കയറ്റാൻ അലൗഡ് അല്ല. അതുകൊണ്ട് അമ്പലത്തിനുള്ളിലെ ഫോട്ടോസൊന്നും ഞങ്ങൾ എടുത്തിട്ടില്ല കേട്ടോ. ഈ കടലിനോട് ചേർന്ന് തന്നെയാണ് അമ്പലം. നല്ല ഭംഗിയാണ് ഇവിടുത്തെ കാഴ്ചകളൊക്കെ. ഇവിടെ ഒരുപാട് മയിലൊക്കെ പറന്ന് കിടപ്പുണ്ട്. പക്ഷേ അതിൻ്റെയൊന്നും ഫോട്ടോ എടുക്കാൻ കിട്ടുകയില്ല. ഇവിടെ ഒരുപാട് ഫോട്ടോഗ്രാഫേഴ്സൊക്കെ ഉണ്ട് കേട്ടോ. ക്ഷേത്രം കൂട്ടിയുള്ള ഫോട്ടോ എടുക്കേണ്ടവർക്ക് അവിടെ നിന്ന് എടുക്കാനുള്ള സൗകര്യമുണ്ട്. അത് അപ്പം തന്നെ അവർ ഫോട്ടോ ആക്കി നമ്മുടെ കയ്യിൽ തരികയും ചെയ്യും. ഇവിടെ 2-3 മയിൽ നിരന്നിരിപ്പുണ്ട് കേട്ടോ. കിച്ചു അതിനെ കാണാനായിട്ട് ദേ താഴോട്ട് വന്ന്. കിച്ചു മയിലിനെ കണ്ടോ? കിച്ചു കാക്കയൊക്കെ നമ്മുടെ നാട്ടിൽ പറക്കുന്നല്ലോ. ഇവിടെ മയിൽ പറന്ന് കിടക്കുന്ന കേട്ടോ. നല്ല ഭംഗിയാണ് ഇവിടെയൊക്കെ കാണാൻ. തൊഴുതിറങ്ങിയവർക്ക് ഭക്ഷണം കഴിക്കാനുള്ള നീണ്ട ക്യൂ കേട്ടോ ഇത്. ഞങ്ങളും ആ ക്യൂവിലോട്ട് കയറാൻ പോവാണ്. ഞങ്ങളിവിടെ ഫുഡ് കഴിക്കാനിരുന്നു കേട്ടോ. നല്ല തളിര് ഇലയിലാണ് ഇവിടെ ഫുഡ് തരുന്നത് കണ്ടോ. ഒരുപാട് നല്ല അറേഞ്ച്മെൻറ്റ്സ് ഒക്കെയാണ്. നല്ല വൃത്തിയിലും വെടിപ്പിലും ഒക്കെയാണ് ഇവിടുത്തെ അന്നദാന കൗണ്ടറുകളൊക്കെ പ്രവർത്തിക്കുന്നത്. ഇവിടെ രാവിലെ 8 മണി മുതൽ വൈകിട്ട് 9 മണി വരെ ഇവിടെ വരുന്ന ഭക്തർക്ക് അന്നദാനം ലഭിക്കുന്നതാണ്. ഞങ്ങൾ അമ്പലത്തിൽ നിന്ന് തൊഴുതിറങ്ങി. ജീവിതത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും തിരുച്ചെന്തൂർ ശ്രീ സുബ്രഹ്മണ്യ സ്വാമിയെ വന്ന് തൊഴാൻ സാധിക്കുന്നത് മഹാഭാഗ്യമായിട്ടാണ് ഞാൻ കരുതുന്നത്. എല്ലാ ഭക്തർക്കും അതിന് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വീഡിയോ ഇവിടെ എൻഡ് ചെയ്യുന്നു. എല്ലാവർക്കും കിച്ചൂസ് കിച്ചൻ്റെ നന്ദി, നമസ്കാരം.